ഇമാം ബുഖാരിക്ക് 3 ലക്ഷം ഹദീസ് ഹിഫ്ദ് ഉണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്. 3 ലക്ഷം ഹദീസ് ഹിഫ്ദ് ഇമാം ബുഖാരി വിട്ടുണ്ട്. അതിങ്ങനെ ഹിഫ്ദാണ്. ടെക്സ്റ്റ് മാത്രമല്ല, അതിന്റെ പരമ്പര മുഴുവൻ എവിടെ ചോദിച്ചാലും അതുകൊണ്ട് പറഞ്ഞുതരും. അതിൽ ഓരോ പരമ്പരയുള്ള ഓരോ റിപ്പോർട്ടർമാരെ പേരടക്കം എവിടെയും തെറ്റാതെ ഇമാം ബുഖാരി പറയും. ഇമാം ബുഖാരിയെ പരീക്ഷിച്ച സംഭവമൊക്കെ ഉണ്ട്. ഇമാം ബുഖാരി വളർന്നു വരുന്ന സമയത്ത് ഇമാം ബുഖാരി ചെറുപ്പക്കാരൻ ഇമാം ബുഖാരി പറഞ്ഞു, ഞാൻ മീശ മുളക്കും മുമ്പ് ഹദീസ് ഉദ്ധരിച്ച് തുടങ്ങിയിട്ടുണ്ട് പറയുന്നുണ്ട്. അത്രയും വലിയ ബുദ്ധിശക്തിയും ഓർമ്മശക്തികളായിരുന്നു ഇമാം ബുഖാരി. ചെറുപ്പത്തിൽ അന്ധനായിരുന്നു. ഇമാം ബുഖാരി കാഴ്ചയില്ലായിരുന്നു. ഉമ്മാന്റെ പ്രാർത്ഥന കൊണ്ട് കാഴ്ച തിരിച്ചിട്ടാണ്. കാഴ്ച നഷ്ടപ്പെട്ട കുട്ടിയെ ഇമാം ബുഖാരി ഉമ്മ പ്രാർത്ഥിച്ച അങ്ങനെയാണ് ഇമാം ബുഖാരിക്ക് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടുന്നത്. അദ്ദേഹം ആദ്യകാലത്തെ ഹദീസിലേക്കല്ല കൂടുതൽ ശ്രദ്ധിച്ചത്, മറ്റു പല വിജ്ഞാന ശാഖയിലേക്കാണ്. ഒരിക്കൽ അദ്ദേഹം ഇമാം ബുഖാരി അള്ളാഹു റസൂലിന്റെ സ്വപ്നം കണ്ടു. ഒരിക്കൽ നബിതങ്ങൾ നടന്നു പോകുന്നു. നബി ഓരോ കാലെടുക്കുമ്പോൾ ഇമാം ബുഖാരി അവിടെ കാല് വെച്ചുകൊണ്ട് നബിയെ വേക്കൽ അങ്ങനെ പോകുന്നു. നബി കാല് പൊന്തിക്കുമ്പോൾ അവിടെ തന്നെ ചവിട്ടി അങ്ങനെ നബിന്റെ പിന്നാലെ പോകുന്നു. നബിക്ക് നേരെ വരുന്ന പല പ്രാണികൾ, അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഇമാം ബുഖാരി ഇങ്ങനെ ഒരു വിശറി കൊണ്ട് ഇങ്ങനെ വീശി അകറ്റി കൊടുത്തുകൊണ്ട് നബിന്റെ ബാക്കിൽ ഇങ്ങനെ പോകുന്ന സ്വപ്നം കണ്ടത്. ഈ സ്വപ്നം അദ്ദേഹം ഉസ്താദുമാരോട് പോയി പറഞ്ഞു, ഞങ്ങൾ സ്വപ്നം കണ്ടു. അപ്പൊ അതിൽ ഉസ്താദ് പറഞ്ഞാണ്, അള്ളാഹു റസൂലിന്റെ ഹദീസ് നേരെ വരുന്ന എല്ലാ പോരായ്മകളെയും നീ തട്ടി ഒഴിവാക്കി അതൊക്കെ ശുദ്ധീകരിക്കുമെന്ന അതിന്റെ ആശയം. അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് ആ വഴിയിലേക്കൊന്ന് പരിശ്രമിച്ചുകൂടാ? അത് വലിയ ആവേശമായി അങ്ങനെ അദ്ദേഹം ഇറങ്ങി. അങ്ങനെയാണ് അദ്ദേഹം ഈ രംഗത്ത് ഇത്ര വലിയ പ്രഗത്ഭനായി മാറുന്നതൊക്കെ. ആ ഇമാം ബുഖാരി റഹിമഹുല്ലാഹി അന്ന് അവർ പരീക്ഷിച്ചു. അദ്ദേഹം വന്നപ്പോൾ ഒരു വലിയ ഹദീസ് പണ്ഡിതൻ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. സഹപ്രായക്കാരെ ചിലർക്കൊന്നും വലിയ ആള് വരുന്നുണ്ട് എന്ന മട്ടത്തിൽ കണ്ടവരുമുണ്ട്, അല്ലാതെ കണ്ടവരുണ്ട്. അവിടെ 100 ഹദീസ് എടുത്തു. 100 10 ആൾ കൂടിയിട്ട് 100 ഹദീസ് സെലക്ട് ചെയ്തു. ആ 100 ഹദീസിലെ പരമ്പര വന്ന ആളുകൾ മൊത്തം കൂട്ടിക്കുഴച്ചു. ഇപ്പം നമ്മൾ പരമ്പര വായിച്ചല്ലോ, നമുക്കിപ്പോൾ ആ പേരും കൂടി പറയാൻ കിട്ടുമല്ലോ. ഇങ്ങനെ വന്ന ഈ 100 ഹദീസിന്റെ പരമ്പര വന്ന എല്ലാ ആളുകളെയും പേരൊക്കെ പാടെ കൂട്ടിക്കുഴച്ചിട്ട് അവിടെയും ഇവിടെ ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ട് ഇവർ ഇമാം ബുഖാരിന്റെ മുമ്പിൽ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ വന്നിരുന്നു. അങ്ങനെ അദ്ദേഹം വന്നപ്പോ ഞങ്ങൾ സംശയം ചോദിക്കാണ്ട്, ആയിക്കോട്ടെ ചോദിച്ചോളിയാണ്. അപ്പൊ ഇങ്ങനെ ഹദീസ് ഉണ്ടോ അതിനെപ്പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? ഇവരിപ്പൊ കൂട്ടിക്കുഴച്ചുണ്ടാക്കിയ ഈ ഒരു കൃത്രിമ സനത്, ആ സനത് വെച്ചുകൊണ്ട് ഒരു ഹദീസ് പറയും. ഒരാൾ 10 ഹദീസ് പറയും. ഈ ഹദീസിനെ പറ്റി നിങ്ങൾ വിശദീകരിച്ചെന്നറിയും. ഇമാം ബുഖാരി ഒന്നും മിണ്ടിയില്ല. ശരി, കഴിഞ്ഞോ ചോദിച്ചാൽ കഴിഞ്ഞു, ഞാൻ അടുത്തത് ചോദിച്ചോളിയാണ്. മറുപടി ലാസ്റ്റ് ഒന്നിച്ച് പറയാറ്. ഒരാൾ 10 ചോദിച്ചു, അടുത്താൾ 10 ചോദിച്ചു. അങ്ങനെ 10 ആള് 100 ഹദീസ് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ ഓരോ തമ്മിൽ ഉള്ളിൽ ചെറിയ അപ്പൊ വച്ചത് ഹദീസ് പണ്ഡിതന് നമ്മൾ തക്കപ്പാടെ കൂട്ടി വായിച്ചിട്ട് മൂപ്പർക്ക് ഒന്നുപോലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. 100ാമത്തും കഴിഞ്ഞപ്പോൾ കഴിഞ്ഞോ ചോദിച്ചാൽ കഴിഞ്ഞു പറഞ്ഞു. എന്നിട്ട് ഇമാം ബുഖാരി തുടങ്ങി, നിങ്ങൾ പറഞ്ഞ ഹദീസിൽ 3ാമത് പറഞ്ഞ ആളില്ല, അത് ഇയാൾ പറഞ്ഞത് 4ാമത്തെ ആളാണ്, ഇയാൾ പറഞ്ഞ 5ാമത്തെ ആള്, ഇയാൾ പറഞ്ഞത് 2ാമത്തെ ആളാണ് എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് അദ്ദേഹം ഒറിജിനൽ രൂപത്തിലേക്ക് ആക്കി കൊടുത്തു. ഓർക്കൊരു എഴുതി വെച്ചത് പോയി നോക്കേണ്ടി വന്നതാണ്. ഇമാം ബുഖാരി പറഞ്ഞത് ഉറപ്പെടുത്താൻ വേണ്ടി എഴുതി വെച്ചതിലേക്ക് പോകേണ്ടത്. അന്ന് അതോടുകൂടി ഇമാം ബുഖാരിയുടെ മഹത്വം അവർക്ക് ബോധ്യപ്പെട്ടു. ചിലർക്കെങ്കിലും ഇമാം ബുഖാരിയുടെ അസൂയയും അതോടുകൂടി ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ അത്രയും വലിയ ബുദ്ധിശക്തിയായ ഇമാം ബുഖാരി. ഇപ്പൊ 3 ലക്ഷം ഹദീസ് എനിക്ക് ഹിഫ്ദുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെ ഹിഫ്ദാക്കിയതാണ്. അല്ലാതെ ഒരു നമ്മൾ അഅ്മാലു ബിന്നിയ്യാത്ത് പഠിച്ച ഒരു ഹദീസ് പഠിച്ചു എന്ന് വിചാരിക്കേണ്ട. ഒരു പരമ്പര അടക്കം പഠിക്കുമ്പോഴാണ് ഹദീസ് ഹിഫ്ദായി എന്ന് പറയുക. അങ്ങനെ 3 ലക്ഷം ഹദീസ് അദ്ദേഹത്തിന് ഹിഫ്ദുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലേറെ ഉണ്ടാവും.